ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ടാവാണ്. ഇതൊരു സൺഡേ ആണ്. സൺഡേ മോർണിംഗ് ഒരു 9 മണിയാകുമ്പോൾ എണീക്കുന്നു, ചായ കുടിക്കുന്നു, ബെഡ്ഷീറ്റൊക്കെ പിരിച്ച് അങ്ങനെ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നു. പണിയെന്ന് പറയുമ്പം വലിയ പണിയൊന്നും ഞാൻ എടുക്കാറില്ല. ആകെ അടിച്ചുവാരി തുടക്കും, അങ്ങനെയുള്ള പണി മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അതാണ് ഈ ചൂലിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടിച്ചു വരാൻ പോകുന്നതാണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂലിങ്ങനെ അനക്കിക്കൊണ്ട് കണ്ടോ. പിന്നെ ഈ പണിയൊക്കെ തുടങ്ങുമ്പം ഓൾമോസ്റ്റ് ഒരു 11 മണി ആയിട്ടുണ്ടാവും. കാരണം ചായ കുടിച്ച് സൺഡേ ആയതുകൊണ്ട് തന്നെ ചായ കുടിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ മെല്ലെയാണ് ഞാൻ പണി തുടങ്ങിയത്. കുറേ ആയി വിചാരിക്കുന്നു എന്താ പറയുക, ഒരു വ്ളോഗായിട്ട് എടുക്കണം, ഇത് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഞാനൊരു ഇൻട്രോവേർട്ട് പേഴ്സണാണ്. അപ്പോൾ എനിക്കെൻ്റെ ഫേസ് കാണിച്ച് തുടങ്ങണമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ്. പക്ഷേ അറിയാലോ, ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇൻട്രോവേർട്ടായ നീ എന്തിനാണ് പോയിട്ട് വ്ളോഗ് തുടങ്ങുന്നത്? പൈസ വേണ്ടേ, ജീവിക്കണ്ടേ? കണ്ടോ, എറൗണ്ട് ഒരു 12 മണി ആവാറായി എൻ്റെ വർക്കൊക്കെ കഴിയുമ്പോൾ. ഇതാണ് എൻ്റെ വീടിൻ്റെ ഹോം ടൂർ കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കാണിക്കാൻ വേണ്ടിയിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇതെൻ്റെ മുറ്റം. കുറേ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചെടിയൊക്കെ ഞാൻ നട്ടതാണ്, പക്ഷേ അല്ല. ഇതൊക്കെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കഴിവുകൾ മാത്രമാണ്. ഇതിൽ എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാനുമായിട്ട് അടുത്തേക്കൂടി പോകാത്ത കാര്യങ്ങളാണ്. പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നോർമലി ഒരു എന്താ പറയുക, ഒരു ഡേ ഇന്നർ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ കുറേ കണ്ടൻറ്റും കാര്യങ്ങളും ഉണ്ടാവും. എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് ഇങ്ങനെയായിപ്പോയി. ഇനിയുള്ള കണ്ടൻറ്റ്സ് ഞാൻ നല്ലതാക്കാം. ഇതിപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞൊരു മാങ്ങ കഴിച്ചു. പിന്നെ ഉച്ചക്ക് കഞ്ഞിയും പയറും ചമ്മന്തിയാണ് ആക്കിയത്. അത് കഞ്ഞിയും പയറും ചമ്മന്തിയും കൂടി കുഴച്ചിട്ട് ഫസ്റ്റ് ഒരു പിടുത്തങ്ങ് പിടിക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ എന്ത് ഇതാക്കിയാലും കിട്ടില്ല. പിന്നെ ഇതിൽ അവസാനം ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം അങ്ങ് കുടിക്കുമ്പോണ്ടല്ലോ, എൻ്റെ സാറേ, എനിക്ക് ഇത്രയും കംഫർട്ടായ ഒരു ഫുഡില്ല. അത്രയും എന്താ പറയുക, നമുക്ക് ഇടയ്ക്കൊരു ആഗ്രഹം വരുന്ന ഫുഡ് ഉണ്ടാവില്ലേ, അതിലൊന്നാണ് ബിരിയാണി. അതേപോലെ തന്നെയാണ് എനിക്ക് കഞ്ഞിയും പയറും എൻ്റെ ഒരു കംഫർട്ട് ഫുഡ്. അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ വീണ്ടും വിശന്നു. അപ്പോൾ ഒരു കേക്ക് കഴിച്ചു. ഈ കേക്ക് അറിയുമോയെന്നറിയില്ല, ഇതൊരു മാർബിൾ കേക്ക് എന്നാണ് ഇവിടെ പറയാം. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒരു 5:30 5:45 എൻ്റെ ഡിന്നർ ലൈഫ് അങ്ങനെ അവസാനിക്കാൻ പോകും. ഇനി ഒരു കുളിയൊക്കെ പാസ്സാക്കി വീട്ടിൽ വരെ പണിയൊന്നുമില്ല. നാളെ പണിക്ക് പോകേണ്ട ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു, കിടന്നുറങ്ങുന്നു.